ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ വിനീതിൻ്റെ അശ്രദ്ധ മൂലം 50 ലക്ഷം രൂപയും നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ കയ്യിൽ കാശൊന്നും ഇല്ല എന്ന് കാവേരിയോട് തുറന്നു പറയുകയാണ്. വിനീതേട്ടൻ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാക്കുന്നില്ല കാവേരി. ആ പൈസ ഇപ്പോൾ അക്കൗണ്ടിൽ ഇല്ലെന്നാണ് പറയുന്നത്. ഇനി ജയപാലൻ എന്തെങ്കിലും ചെയ്തിട്ടാകുമോ എന്നൊക്കെ കാവേരി പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് കാവേരി അപ്പോൾ വിനീതിനോട് പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി നേരെ ബാങ്കിലോട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ബാങ്കിൽ ചെന്നതിന് ശേഷം അക്കൗണ്ട് ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാങ്ക് മാനേജർ പറയും, ആ പണം മുഴുവനും നഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്തോ ഓൺലൈൻ തട്ടിപ്പുകാരാണ് പൈസ അടിച്ചു മാറ്റിയിരിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ കാവേരി വിനീതനോട് ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും വെരിഫിക്കേഷൻ്റെ കാര്യം പറഞ്ഞ് വിനീതേട്ടനെ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ വിനീത് തൻ്റെ ATM കാർഡിൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്തത് കാവേരിയോട് പറയുന്നുണ്ട്. എന്ത് പണിയെ വിനീതേട്ട കാണിച്ചത്? അങ്ങനെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ATM കാർഡിൻ്റെ നമ്പർ പറഞ്ഞു കൊടുക്കാൻ പാടുണ്ടോ? അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് വിനീതേട്ടൻ അറിയില്ലേ എന്ന് കാവേരി ചോദിക്കുക. എനിക്കറിയില്ലായിരുന്നു കാവേരി, ബാങ്കുകാരാണെന്ന് പറഞ്ഞപ്പം ബാങ്കുകാർ ഒരിക്കലും അങ്ങനെ ചോദിക്കില്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബാങ്കിലേക്ക് വരാനേ പറയുള്ളൂ എന്ന് കാവേരി അപ്പോൾ പറയാം. അപ്പോൾ വിനീത് അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. എനിക്ക് പേടിയാകുന്നു, ഇനി നമ്മൾ എന്താ ചെയ്യുക? എനിക്കറിയില്ല വിനീതേട്ട എന്ന് കാവേരിയും പറയണം. 1-2 രൂപയല്ല, ലക്ഷങ്ങളാ, അത് എവിടെ നിന്നുണ്ടാക്കും എന്നറിയാതെ കാവേരി അവിടെ നിൽക്കുക. വീട്ടിൽ എല്ലാവരോടും ഇത് പറഞ്ഞാലോ എന്ന് കാവേരി ചോദിക്കുക. അപ്പോൾ വിനീത് കാവേരിയുടെ മുന്നിലേക്ക് കയറി നിൽക്കുക. ഇക്കാര്യം ഗംഗ അറിഞ്ഞാൽ അവൾ എന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല, ചിലപ്പം എന്നെ ഉപേക്ഷിക്കുകയും പോലും ചെയ്യും എന്ന് പറയാണ്. ഗംഗ എന്നെ ഉപേക്ഷിക്കും കാവേരി എന്നും പറഞ്ഞ് കാവേരിയുടെ മുന്നിൽ നിന്ന് കരയാ. കാവേരിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായി പോവാണ്. വിനീതേട്ടനാണെങ്കിൽ തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്കാണെന്ന് വീട്ടിൽ പറയാനായിട്ട് പറ്റാത്ത അവസ്ഥയാണ്. ഗംഗേച്ചിയുടെ സ്വഭാവം കാവേരിക്ക് നന്നായിട്ട് അറിയാം. ഗംഗ ഇക്കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിനീതനോട് ക്ഷമിക്കില്ല എന്ന് കാവേരിക്കും ബോധ്യപ്പെടുക. പെട്ടെന്ന് കാവേരി പറയും, വേണ്ട, ആർക്കും ഒന്നും നഷ്ടപ്പെടണ്ട. കാവേരി, നീ എന്താ ഈ പറയുന്നത്? ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും വഴിയുണ്ടോന്ന്. നിളയുടെ ഓപ്പറേഷൻ നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും ചെയ്യാം. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇത്രയും വലിയൊരു തുക അത് നീ എവിടെ നിന്ന് ഉണ്ടാക്കാനാ എന്ന് ചോദിക്കുക. പിന്നെ ഞാൻ എന്താ വിനീതേട്ട ചെയ്യേണ്ടത് എന്ന് കാവേരി ചോദിക്കുകയാണ്. ഇത്രയും തുക നഷ്ടപ്പെട്ടുവെന്ന് വീട്ടിലുള്ളവരോട് പറയാൻ പറ്റുമോ? അത് കേൾക്കുന്ന വിനീത് തല കൊനിച്ചു നിൽക്കും. വീട്ടിലെല്ലാവരും അറിഞ്ഞാൽ ഗംഗ എന്നെ ഉപേക്ഷിക്കും കാവേരി എന്നും പറഞ്ഞ് വിനീത് കരയാണ് കേട്ടോ. വിനീതിൻ്റെ അവസ്ഥയും എല്ലാം കൂടി കാവേരി വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ കാവേരി അവിടെ ഇരുന്ന് പോവാണ്. തൻ്റെ മുന്നിൽ ഒരു വഴിയുമില്ല. ഇത്രയും വലിയ തുക താൻ എവിടെ പോയി ഉണ്ടാക്കും എന്ന് കാവേരിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. വിനീതാണെങ്കിൽ ഗംഗയോട് ഇക്കാര്യം അറിയിക്കരുതെന്ന് കാവേരിയുടെ കാല് പിടിക്കുന്നത് പോലെയാണ് കേട്ടോ പറയുന്നത്. അല്ലെങ്കിലും നമ്മുടെ കാവേരിക്കും അറിയാം വിനീതിനെ പറ്റിയുള്ള ഈ സത്യങ്ങൾ അറിഞ്ഞാൽ ഗംഗേച്ചി വിനീതേട്ടനെ ഉപേക്ഷിക്കുന്ന. അതുകൊണ്ട് തന്നെ ഇക്കാര്യം തൽക്കാലം ആരെയും അറിയിക്കേണ്ട, താൻ എന്തേലും വഴി കണ്ടെത്താം എന്ന് വിനീതിന് ഉറപ്പ് കൊടുക്കുന്നുണ്ട് കാവേരി. പക്ഷെ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞെങ്കിലും ആരുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുമെന്ന് കാവേരിക്കും ഒരെത്തും പിടിയും കിട്ടുന്നില്ല കേട്ടോ. ഇതേസമയം ആശുപത്രിയിൽ പൈസ അടച്ചില്ല എന്ന് ചോദിച്ച് അവിടെയുള്ളവർ ഇടയ്ക്കിടയ്ക്ക് ഗംഗയോടും ശാരദയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ അടയ്ക്കുമെന്നും പറഞ്ഞ് ഒരു വിധത്തിൽ അവർ സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ കാവേരി വിനീതനോട് പറയും, തൽക്കാലം വിനീതേട്ടൻ ആശുപത്രിയിലേക്ക് ചെല്ല്, ഞാൻ എങ്ങനെയെങ്കിലും പൈസ കിട്ടുമെന്ന് നോക്കട്ടെ. കാവേരി, നീ എവിടുന്ന് പൈസ ഉണ്ടാക്കാനാ? നിനക്കും ഇവിടെ പരിചയക്കാരൊക്കെ കുറവല്ലേ? 1-2 ഫ്രണ്ട്സ് എൻ്റെ ഇവിടെ ഉണ്ട്, ഞാൻ അവരെ ഒന്ന് വിളിച്ച് സംസാരിച്ച് നോക്കട്ടെ, ആരെങ്കിലും സഹായിക്കുമെന്ന് അറിയാലോ എന്ന് പറയാം. ആരും സഹായിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും കാവേരി? നമ്മുടെ കയ്യിൽ വിൽക്കാനായിട്ട് സ്വർണം പോലും ഇല്ല, വേറെ പൈസ ഒന്നുമില്ല എന്ന് വിനീത് വീണ്ടും പറയാണ്. വിനീതേട്ടൻ ടെൻഷൻ ആവണ്ട, ഇനിയിപ്പം എല്ലാവരോടും ഇത് അറിയിച്ചിട്ടും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സങ്കടപ്പെടാമെന്നല്ലാതെ ഒരു ഗുണവും ഉണ്ടാവില്ല. ചിലപ്പം വിനീതേട്ടനെ ഗംഗേച്ചി എന്നേക്കുമായി ഉപേക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് തൽക്കാലം വിനീതേട്ടൻ ആശുപത്രിയിൽ ചെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെയൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കണം. പൈസ വൈകുന്നേരത്തിനുള്ളിൽ കെട്ടിവെക്കാം എന്നും പറയുകയും വേണം. മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ വിനീത് കാവേരി പറയുന്നതിനൊക്കെ തലയാട്ടാണ് കേട്ടോ. സ്വന്തം ജീവിതം എന്ന് വന്നപ്പം നമ്മുടെ വിനീതും അല്പസ്വാർത്ഥനായി പോകുന്നുണ്ട്. കാരണം ഗംഗയെ നഷ്ടപ്പെടുമെന്നുള്ള തീവ്രമായ ഭയം നമ്മുടെ വിനീതിനുണ്ട് കേട്ടോ. അപ്പോൾ ആ വിനീതിൻ്റെ അവസ്ഥ കാണുന്നത് കൊണ്ട് കൂടി തന്നെയാണ് കാവേരി വീട്ടിൽ ഇക്കാര്യം ആരെയും അറിയിക്കേണ്ട എന്ന് പറയുന്നത്. അതുമാത്രമല്ല, തൻ്റെ അമ്മയ്ക്ക് ഇതൊന്നും താങ്ങാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. ഇപ്പം വളരെ പ്രതീക്ഷയോടുകൂടിയും സമാധാനത്തോടു കൂടിയാണ് അമ്മ കഴിയുന്നത്. ഇനി താനായിട്ട് അത് നശിപ്പിക്കേണ്ട എന്ന് പാവം കാവേരി തീരുമാനിക്കുകയാണ്. എല്ലാവരും സമാധാനത്തോടെ ജീവിക്കട്ടെ എന്നൊരു ചിന്ത മാത്രമേ കാവേരിയുടെ മനസ്സിലുള്ളൂ.
ഇതേ സമയം പൈസ കാവേരി പലരുടെ അടുത്തുനിന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാരോടൊക്കെ ചോദിച്ചെങ്കിലും ഇത്രയും വലിയൊരു തുക ആരുടെ കയ്യിലും പെട്ടെന്ന് എടുക്കാനായിട്ടില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ കാവേരി ആണെങ്കിൽ ഒരമ്പലത്തിൽ പോയി ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ നരൻ്റെ കാര്യം അറിയാലോ. നരൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും എത്രയും വേഗം ഒരു കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നരനെ വല്ലാതെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നരൻ ഇനി ഒരിക്കലും ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ സാധിക്കില്ല എന്നൊരു ചിന്താഗതിയുമായിട്ട് നടക്കുന്ന ആളാണ്. തൻ്റെ ജീവിതത്തിലേക്ക് താൻ ഇനി മനസ്സറിഞ്ഞൊരു പെൺകുട്ടിയെ കൈപിടിച്ച് കയറ്റില്ല. അങ്ങനെ കൊണ്ടുവന്നാൽ തന്നെ തനിക്ക് അവളെ സ്നേഹിക്കാനായിട്ട് സാധിക്കില്ല. തനിക്ക് കൊടുക്കാവുന്ന അത്രയും സ്നേഹം താൻ തൻ്റെ കാമുകിക്ക് കൊടുത്തു കഴിഞ്ഞു. അവളെ അല്ലാതെ മറ്റൊരാളെ തൻ്റെ ജീവിതത്തിൽ സങ്കല്പിക്കാൻ പോലും പറ്റില്ല എന്ന് നമ്മുടെ നരനും നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ സമയം മുത്തശ്ശനെയും മുത്തശ്ശിയും എതിർത്ത് ഒരു പരിധിക്കപ്പുറം നമ്മുടെ നരന് നിൽക്കാനും സാധിക്കുന്നില്ല. അവരുടെ വേദന നരനെ അത്രയേറെ ബാധിച്ചിട്ടുണ്ട് കേട്ടോ. നരൻ ജീവിക്കുന്നത് പോലും തൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയാണ്. എന്താണ് ഒരു കോമഡി എന്നറിയാതെ നരൻ ആകെ ചിന്തിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഒരു പെൺകുട്ടിയെ തൻ്റെ ജീവിതത്തിലേക്ക് എഗ്രിമെൻ്റ് കല്യാണം കഴിച്ച് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല എന്നൊക്കെയുള്ള ചിന്ത നമ്മുടെ നരൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. എങ്ങനെയും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ടെൻഷൻ കുറയണം. അവരുടെ ആരോഗ്യസ്ഥിതിയും വളരെ പരിതാപകരമാണ്. അപ്പം ഒരു മുത്തശ്ശനും മുത്തശ്ശിയും നമ്മുടെ നരനോട് കല്യാണത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ നരൻ തീർത്തും ഇല്ലെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം പിന്നീട് നമ്മുടെ ഗായത്രി നരനെ കാണാനായിട്ട് റൂമിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. ഗായത്രി പറയുന്നുണ്ട്, മോനെ നര, എനിക്കറിയാം നീ ജീവിക്കുന്നത് അച്ഛനും അമ്മയ്ക്കും ആണെന്ന്. നിന്നെ കല്യാണം കഴിക്കാൻ പറഞ്ഞ് അവർ നിർബന്ധിക്കുന്നത് നിനക്കൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയാണ് മോനെ എന്ന് പറയാം. അത് കേൾക്കുന്ന നരൻ പറയുന്നുണ്ട്, എനിക്കറിയാം ഇളയമ്മേ, മുത്തശ്ശനും മുത്തശ്ശിയും എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. പക്ഷേ എനിക്കിനി ഒരാളെ സ്നേഹിക്കാൻ സാധിക്കില്ലെന്ന് ഇളയമ്മയ്ക്ക് അറിയില്ലേ എന്ന് ചോദിക്കുക. മോനെ, അവരുടെ ആരോഗ്യസ്ഥിതി നിനക്കും അറിയാവുന്നതല്ലേ. 100 കൂട്ടം അസുഖങ്ങളുമായിട്ട് നടക്കുന്നവരാ 2 പേരും. അച്ഛൻ ഇപ്പം തന്നെ തീരെ തളർന്ന മട്ട. ഇങ്ങനെയുള്ളപ്പം നീ ഒന്നും എത്താതെ ഇങ്ങനെ പോകുന്നത് അവരെ ഒരുപാട് തകർക്കുന്നുണ്ട് എന്ന് പറയാം. എൻ്റെ മോൻ എങ്ങനെയെങ്കിലും ഒരു കല്യാണം കഴിച്ചേ പറ്റൂ. അച്ഛനും അമ്മയ്ക്കും വേണ്ടിയെങ്കിലും. ഇളമ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിന് വേണ്ടിയെങ്കിലും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇളമയുടെ ആ വാക്കുകളൊക്കെ നമ്മുടെ നരൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയും ഒരു കല്യാണം കഴിക്കണമെന്നൊരു ചിന്ത നരൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. തനിക്ക് വേണ്ടിയല്ല, ഈ കുടുംബത്തിന് വേണ്ടി, മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി. തന്നിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ഈ കുടുംബത്തെ സ്നേഹിക്കാൻ ഒരു കുട്ടി, അതാണ് നരൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരാളെ കിട്ടുക എന്ന് ഒരിക്കലും സംഭവമല്ല എന്ന് നമ്മുടെ നരന് വ്യക്തമായിട്ട് അറിയാം കേട്ടോ. അപ്പം ഇങ്ങനെ ആലോചിച്ച് പെറുക്കി നമ്മുടെ നരൻ ഇങ്ങനെ നടക്കുമ്പം കാവേരിയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ നരനും അറിയുന്നുണ്ട്. 50 ലക്ഷം രൂപ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യവും, അതുപോലെ ഓപ്പറേഷൻ നടത്താൻ പണമില്ലാതെ കാവേരി വലയ്ക്കാണ് എന്നൊക്കെ നരൻ കൃത്യം അറിയുന്നുണ്ട് കേട്ടോ. അതേസമയം തന്നെ കാവേരിയുടെ അടുത്ത് പോയി ഒന്ന് സംസാരിക്കണമെന്ന് നരൻ തീരുമാനിക്കുകയാണ്. കാരണം കാവേരിയോട് മുത്തശ്ശനും മുത്തശ്ശിക്കും അത്രയേറെ സ്നേഹമുണ്ടെന്ന് നരനും അറിയാം. കാവേരി തൻ്റെ ജീവിതത്തിലേക്ക് വരുമോ എന്ന് അവളോട് ചോദിക്കണം. ഒരിക്കലും കാവേരിയെ നിർബന്ധിക്കില്ല എന്നൊരു തീരുമാനം നമ്മുടെ നരൻ്റെ ഒപ്പം ഉണ്ട് കേട്ടോ. ഇതേസമയം കാവേരി എന്ത് ചെയ്യണമെന്നറിയാതെ അമ്പലത്തിൽ പോയി മനസ്സുരുക്കി പ്രാർത്ഥിക്കുകയാണ്. തനിക്ക് ഒരു വഴി പറഞ്ഞു തരണം എന്ന് തീവ്രമായി പ്രാർത്ഥിക്കുക. അതേസമയം ഗംഗയാണ് കാവേരി ഇതുവരെ ഹോസ്പിറ്റലിലേക്ക് വരാത്തത് കൊണ്ട് തന്നെ തുടരെ ഫോൺ വിളിക്കുന്നു. നമ്മുടെ കാവേരി കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്താ ഗംഗേച്ചി എന്ന് ചോദിക്കുക. എന്താണോ നീ ഇത് എവിടെ പോയി കിടക്കുവാടി? എത്ര നേരമായി നിന്നെ ഞാൻ ഫോൺ വിളിക്കുന്നു. ദേ ഇവിടെ പൈസ കെട്ടിവെക്കേണ്ട സമയമായി, നീ ഇപ്പം തന്നെ വരുമോ ഗംഗേച്ചി? ഞാൻ ഇപ്പം വരും എന്ന് അപ്പോൾ കാവേരി പറയുന്നുണ്ട്. അങ്ങനെ കാവേരി എല്ലാ കാര്യങ്ങളും വീട്ടിൽ അറിയിക്കാം, ഇതല്ലാതെ തൻ്റെ മുന്നിൽ വേറെ ഒരു വഴിയുമില്ല എന്നൊരു ചിന്ത കാവേരിയുടെ മനസ്സിലേക്കും കടന്നു വരികയാണ്. താൻ അത്രയേറെ വാതിലുകൾ മുട്ടി, അതൊന്നും തൻ്റെ മുന്നിൽ തുറന്നിട്ടില്ല എന്ന് കാവേരിക്ക് ബോധ്യപ്പെടുക. അങ്ങനെ കാവേരി ആശുപത്രിയിലേക്ക് ചെല്ലാൻ തുടങ്ങുമ്പോഴാണ് ആ ആശുപത്രിയിൽ തന്നെ കാത്ത് ഒരാൾ നിൽക്കുന്നത് കാവേരി കാണുന്നത്. മറ്റാരുമല്ല, നരന്. ഇയാളെന്താ ഇവിടെ എന്നുള്ള രീതിയിൽ കാവേരി നോക്കുന്നുണ്ട്. അപ്പോൾ കാവേരിയുടെ ഓരോ പെരുമാറ്റവും നമ്മുടെ നരനും ശ്രദ്ധിക്കുന്നുണ്ട്. കാവേരിക്ക് പൈസ കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും നരൻ ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. ഇനി പൈസ കിട്ടിയെങ്കിൽ അത് അടയ്ക്കാനായിട്ടാണോ കാവേരി വന്നത് എന്നറിയാനായിട്ട് കാവേരിയെ വാച്ചിയാണ് കേട്ടോ നരൻ. ഇതേസമയം കാവേരി ഗംഗയുടെ അടുത്തേക്ക് ചെല്ലുക. നീ വന്നോ? ദേ പൈസ അടയ്ക്കാനായിട്ട് നിർബന്ധിക്കുക, കാശെല്ലാം റെഡിയല്ലേ എന്ന് ചോദിക്കുക. അപ്പം അമ്മയുടെയും കൂടപ്പിറപ്പുകളുടെയും പ്രതീക്ഷയ്ക്ക് മുന്നിൽ താൻ പൈസ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ഇവരെങ്ങനെ അറിയിക്കുമെന്നറിയാതെ കാവേരി നിന്ന് ഉരുകുവാണ്. അപ്പം കാവേരിയുടെ ആ ഒരു തല കുനിച്ചുള്ള നിൽപ്പിൽ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയെന്ന് നമ്മുടെ വിനീതിനും ബോധ്യപ്പെടുക. കാവേരി പൈസ നഷ്ടപ്പെട്ടത് തൻ്റെ കയ്യിൽ നിന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗ തന്നെ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കും എന്നൊരു ചിന്ത വിനീതിനെയും ആകെ തകർത്ത് കളയാണ് കേട്ടോ. അപ്പോൾ വിനീതാണെങ്കിൽ കാവേരി മാറ്റിക്കൊണ്ട് പോവുക. എന്നിട്ട് ചോദിക്കും, പൈസ കിട്ടിയോ കാവേരി എന്ന് പ്രതീക്ഷയോടെ ചോദിക്കുക. അപ്പം നമ്മുടെ കാവേരി പറയുന്നുണ്ട്, ഇല്ല വിനീതേട്ടാ,
ഞാനിവിടെ എനിക്കറിയാവുന്ന എല്ലാവരോടും ചോദിച്ചു. ആരും ഇത്രയും വലിയ തുകയൊന്നും തന്ന് സഹായിക്കില്ല എന്ന് പറയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുക? സത്യം എന്ന് എല്ലാവരോടും പറയാം അല്ലേ? വേറെ വഴിയില്ലല്ലോ. എന്നെ ഗംഗി ഉപേക്ഷിച്ചോട്ടെ. അത് സാരമില്ല കാവേരി. നീ ഇനിയും ഇതെല്ലാം തലയിലെടുത്ത് വെക്കണ്ട എന്ന് വിനീത് അവസാനം പറയുന്നുണ്ട്. അപ്പോൾ വിനീതിൻ്റെ തകർന്ന പോലുള്ള ആ സംസാരം കേൾക്കുമ്പം കാവേരി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുക. അപ്പോൾ വിനീതും കാവേരിയും തമ്മിലുള്ള ഈ സംസാരവും ഒക്കെ നമ്മുടെ നരൻ വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മൾ കാവേരിയോട് താനൊരു കാര്യം ആവശ്യപ്പെട്ടാൽ പൈസ പകരം കൊടുക്കുമെന്ന് പറഞ്ഞാൽ കാവേരി അതിന് തൻ്റെ കൂടെ നിൽക്കും എന്ന് നരൻ ഏകദേശം ബോധ്യപ്പെടുന്നുണ്ട്. അപ്പം അതൊക്കെയാണ് കേട്ടോ വരാൻ പോകുന്ന ദിവസത്തിലെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ട് ഉടനെ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് കേട്ടോ.